ഹായ് വെൽക്കം ടു ജിനൂസ് ഫാഷൻ. ഇന്ന് നമ്മൾ ഒരു അടിപൊളി ഫ്യൂഷൻ അച്ചാറാണ് തയ്യാർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ അച്ചാർ എന്ന് പറയുന്നത് മുരിങ്ങയ്ക്കയും മാങ്ങയും കൂടെ ഉള്ളൊരു അടിപൊളി അച്ചാറാണ്. അപ്പോൾ ഇപ്പം മാങ്ങയുടെ സീസൺ ആയതുകൊണ്ട് പച്ചമാങ്ങ നമുക്ക് ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് തന്നെ ഈ പച്ചമാങ്ങയും മുരിങ്ങയ്ക്കയും കോമ്പിനേഷനിലാണ് നമ്മൾ ഇന്ന് പിക്കിൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്നും അതിനുവേണ്ടി ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് ഇപ്പോൾ കാണാം. നമ്മൾ ഇന്ന് ആന്ധ്ര സ്റ്റൈലിലെ അച്ചാറാണ്. അതേ മാങ്ങ ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ സീഡ് കളഞ്ഞതിന് ശേഷം ആ സീഡിൻ്റെ കട്ടിയുള്ള ആ പാർട്ട് നമ്മൾ കളയുന്നില്ല. അതോടുകൂടിയാണ് നമ്മൾ വലിയ വലിയ പീസസ് ആക്കി നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം അതിൻ്റെ മുകളിൽ ഈ പാട പോലെ ഉണ്ട്, കണ്ടില്ലേ? ആ പാട നമ്മൾ എടുത്ത് കളയണം. കളഞ്ഞതിന് ശേഷം നല്ല വൃത്തിയുള്ള തുണി കൊണ്ട് നന്നായിട്ട് ഒപ്പി അതിൻ്റെ മണ്ണും അതുപോലെ വെള്ളമയൊക്കെ നന്നായിട്ട് നമ്മൾ തുടച്ച് മാറ്റിയിട്ട് നമ്മളിതൊരു ബൗളിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിന്ന് മാങ്ങയും മുരിങ്ങയ്ക്കയും കൂടെ ഉള്ളൊരു അച്ചാറാണ് തയ്യാർ ചെയ്യാനായിട്ട് പോകുന്നത്. അതിനായിട്ട് നമ്മളിവിടെ മാങ്ങ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ കട്ട് ചെയ്യുന്ന വീഡിയോ നിങ്ങൾ കണ്ടു കാണുമല്ലോ. അപ്പോൾ കട്ട് ചെയ്തതിന് ശേഷം നമ്മളിത് നന്നായിട്ട് ഒരു തുണിയും കൊണ്ട് നന്നായിട്ട് ഇതിൻ്റെ അഴുക്കും അതുപോലെ വെള്ളമയൊക്കെ ഒപ്പിയെടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് നമ്മൾ 2 മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് മുരിങ്ങയ്ക്കയാണ്. മുരിങ്ങയ്ക്ക ഇവിടെ ഞാൻ 2 മീഡിയം സൈസ് മുരിങ്ങയ്ക്കയാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് കഴുകി വെള്ളമയമില്ലാതെ നമ്മളിത് ഈ ഒരു ചെറിയ പീസിൽ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് കടുകാണ്. കടുക് ഇവിടെ ഞാൻ 50 ഗ്രാം എടുത്തിട്ടുണ്ട്, കടുക് എടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് വേണ്ടത് ഉലുവയാണ്. ഉലുവ ഇവിടെ ഞാൻ 1/2 ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത്. ഇനി അടുത്തായിട്ട് നമുക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി തൊലിയെല്ലാം കളഞ്ഞ് ഒരു 20-25 പീസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് മുളക് പൊടിയാണ്. മുളക് പൊടി ഇത് എരിവുള്ള മുളകും അല്ലാത്ത നമ്മുടെ കാശ്മീരി മുളക് പൊടിയും കൂടെ രണ്ടും കൂടെ മിക്സ് ചെയ്തെടുത്ത മുളക് പൊടിയാണ്. അച്ചാറിനായിട്ട് സ്പെഷ്യലായിട്ട് ചെയ്തതാണ്. കളറും അതുപോലെ എരിവും നമുക്ക് ഇതിങ്ങനെ പൊടിച്ചെടുക്കുകയാണെങ്കിൽ അച്ചാർ ഇടാനായിട്ട് നല്ലതാണ്. ഇത് ഞാൻ 1 കപ്പ് എടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഗ്രൗണ്ട് നട്ട് ഓയിലാണ്. അത് നമ്മൾ ഒഴിക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം എത്ര വേണമെന്നുള്ളത്. ഇനി അടുത്തായിട്ട് നമുക്ക് ഉപ്പ് വേണം. ഉപ്പിൻ്റെ അളവ് ഞാൻ ഇടുമ്പോൾ തന്നെ കാണിച്ചു തരാം. പിന്നെ അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് കടുകും അതുപോലെ ഉലുവയും കൂടെ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. എന്നിട്ട് നമ്മൾ ഇതൊന്ന് പൊടിച്ചെടുക്കാൻ പോവാണ്. അപ്പം നമ്മൾ പാൻ വെച്ചിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഓയിലാണ് വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഉലുവയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് ലൈറ്റായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. ഇപ്പം കടുകും ഉലുവയും ഒക്കെ നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ചെയ്തിട്ട് നമുക്കിത് മിക്സി ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇത് നമുക്ക് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് പൊടിച്ചുകൊണ്ട് വരാം. പിന്നെ അടുത്തായിട്ട് നമുക്ക് ഇതിന് വേണ്ട എണ്ണയാണ്. എണ്ണ നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം. അതിനായിട്ട് പാൻ വെച്ചിട്ടുണ്ട്, ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമ്മൾ 2 കപ്പ് എണ്ണ ആണ് യൂസ് ചെയ്യുന്നത്. നമുക്കിത് ലൈറ്റായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. ചൂടാക്കിയതിന് ശേഷമാണ് നമ്മൾ അച്ചാറിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. ഇത് ഒത്തിരി തിളപ്പിക്കേണ്ട, ഒന്ന് ചൂടായാൽ മാത്രം മതി. ഇപ്പോൾ നമ്മൾ എണ്ണ ചൂടാക്കാൻ വെച്ചിരുന്നു. ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ കടുകും ഉലുവയും കൂടെ പൊടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മൾ മാങ്ങയും മുരിങ്ങയ്ക്കയും കൂടെ ഉള്ള അച്ചാർ നമ്മൾ ഇടാൻ പോവാണ്. അതിനായിട്ട് നമ്മളൊരു മിക്സിംഗ് ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ മുരിങ്ങയ്ക്കയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ഉപ്പാണ് ആഡ് ചെയ്യുന്നത്. ഉപ്പ് നമ്മൾ 1 കപ്പിൻ്റേത് നമ്മൾ 3/4 കപ്പാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപ്പിട്ടാൽ മതി. ഒന്ന് നോക്കിയിട്ട് നമ്മൾ ഉപ്പിടുക. മുളക് പൊടി നേരത്തെ ഞാൻ പറഞ്ഞാൽ 1 കപ്പ് എടുത്തിട്ടുണ്ട്. ആ 1 കപ്പ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ഉലുവായും അതുപോലെ തന്നെ കടുകും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളിയും കൂടെ ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് എണ്ണയാണ്. എണ്ണ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ ഈ പൊടികളെല്ലാം ഇട്ടിട്ട് ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇതൊരു ഗ്ലാസ് ബൗളിലേക്ക് മാറ്റുകയാണ്. നമുക്കിതിനകത്തേക്ക് എണ്ണ ഒഴിച്ചിട്ട് നമ്മളിത് 3 ദിവസം വെക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മളിതൊരു ഗ്ലാസ് ബൗളിലേക്കാണ് നമ്മളിത് ഇടാൻ പോകുന്നത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ചൂടാക്കി വെച്ചിരിക്കുന്ന എണ്ണ ഒഴിക്കാൻ പോവാണ്. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം.
അപ്പോൾ നമ്മളിത് 3 ദിവസം വെക്കാനാണ് പോകുന്നത്. 3 ദിവസം കഴിഞ്ഞിട്ടേ നമ്മളിത് ഉപയോഗിക്കുന്നുള്ളൂ. ഇതിപ്പോൾ മുരിങ്ങയ്ക്ക നമ്മൾ കുക്ക് ചെയ്യാതാണ് ഇട്ടിരിക്കുന്നത്. ചെറിയ ചൂടോടുള്ള എണ്ണ നമ്മളിതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് 3 ദിവസം കഴിഞ്ഞിട്ടേ നമ്മളിത് എടുക്കത്തുള്ളൂ. അപ്പോഴത്തേക്ക് എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വരും. ഒരുപക്ഷെ എണ്ണ കുറവായിട്ട് തോന്നുവാണെങ്കിൽ 3 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് എണ്ണ ആഡ് ചെയ്താൽ മതി. ആ 3 ദിവസത്തിനുള്ളിൽ എണ്ണ മുകളിലേക്ക് തെളിഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് കുറച്ച് എണ്ണ നമുക്ക് ചൂടാക്കി ഇതിനകത്തേക്ക് ഒഴിക്കാം. അല്ല നമുക്ക് പെട്ടെന്ന് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഈ മുരിങ്ങയ്ക്ക നമ്മൾ എണ്ണയിലൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി എടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ അച്ചാറിട്ട് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് യൂസ് ചെയ്യണം. 3 ദിവസം വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളവർക്കാണെങ്കിൽ ഈ മുരിങ്ങയ്ക്ക നമുക്ക് എണ്ണയിലൊന്ന് വഴറ്റിയിട്ട് ഇതുപോലെ ഇട്ട് വെച്ചാൽ മതി. പക്ഷേ ഇത് നമ്മൾ വഴറ്റിയിട്ടില്ല, 3 ദിവസത്തേക്ക് നമ്മൾ വെക്കാൻ പോവാണ്. അപ്പോൾ 3 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ഇപ്പോൾ നമ്മുടെ മുരിങ്ങയ്ക്കയും മാങ്ങയും കൂടെയുള്ള അച്ചാർ നമ്മൾ 3 ദിവസം വെച്ചതിന് ശേഷമാണ്, കണ്ടില്ലേ, എണ്ണ നന്നായിട്ട് മുകളിൽ തെളിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പം ഇപ്പോൾ മാങ്ങയുടെ സീസൺ ആയതുകൊണ്ട് പച്ചമാങ്ങ നല്ല പച്ചമാങ്ങ നോക്കിയെടുത്ത് ഇതുപോലെ തന്നെ മുരിങ്ങയ്ക്ക കോമ്പിനേഷനിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതെന്ന് വെച്ചാൽ ഓരോ ദിവസവും നമ്മൾ നോക്കണം കേട്ടോ. കാരണം എന്താ വെച്ചാൽ എണ്ണ നമ്മൾ ഒഴിച്ച എണ്ണ തികഞ്ഞില്ലെങ്കിൽ 3 ദിവസം നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ആദ്യത്തെ ദിവസം ഒന്ന് ഇളക്കി കൊടുക്കുക, 2ാമത്തെ ദിവസം ഒന്ന് ഇളക്കി കൊടുക്കുക, നോക്കാം. ഇപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് എണ്ണ മതിയാവുമോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റും. ഇല്ലാതെ നമ്മളിങ്ങനെ 3 ദിവസം അടച്ചു വെക്കുകയാണെങ്കിൽ ചിലപ്പം പൂത്തു പോകാനായിട്ട് ചാൻസസ് ഉണ്ട്. അപ്പം എണ്ണ ഇങ്ങനെ മുകളിൽ തെളിഞ്ഞു കിടക്കുന്ന രീതിയിൽ വേണം നമ്മൾ പിക്കിളിട്ട് വെക്കാനായിട്ട്. അപ്പോൾ എന്തായാലും നമ്മൾ 3 ദിവസം ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കി ഇളക്കി എടുത്ത് വെച്ച അച്ചാറാണ്. ഇപ്പം നമുക്ക് ഇത് ഉപയോഗിക്കാൻ തുടങ്ങാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അടിപൊളി പിക്കിൾ റെഡിയാക്കാനായിട്ട് സാധിക്കും. ഇത് നമ്മൾ ഇൻസ്റ്റൻ്റായിട്ടല്ല, നമ്മളിത് 3 ദിവസം വെച്ച് കഴിക്കാൻ ശേഷം വെച്ച് കഴിക്കാൻ പറ്റിയൊരു പിക്കിളാണ് റെഡിയാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇൻസ്റ്റൻ്റായിട്ട് കഴിക്കേണ്ടവർക്ക് ഞാൻ നേരത്തെ സ്റ്റാർട്ടിങ്ങിൽ വീഡിയോ പറഞ്ഞായിരുന്നു. മുരിങ്ങയ്ക്ക ജസ്റ്റ് ആ ഓയിലിൽ തന്നെ നമ്മളൊന്ന് കുക്ക് ചെയ്തെടുത്തതിന് ശേഷം പിക്കിളിടുകയാണെങ്കിൽ നമുക്ക് ഇൻസ്റ്റൻ്റായിട്ടും കൂടെ ഇങ്ങനെ കഴിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം കമൻസ് വഴി അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇതുപോലെ തന്നെ നല്ല വെറൈറ്റി റെസിപ്പീസുമായിട്ട് വീണ്ടും വരുന്നതാണ് നിങ്ങളുടെ സ്വന്തം ജീനു.